ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിലും പരാതികളിലും ഇന്ന് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നീക്കം. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ശുപാർശകളും പരിശോധിച്ച ശേഷം അജിത് കുമാറിനെ നീക്കുന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, എന്തായാലും അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് തന്നെ ഒരു റിപ്പോർട്ട് നൽകിയ ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിലെ പറയുന്ന കാര്യങ്ങൾ DGP എന്താണ് ശുപാർശ ചെയ്യുന്നത് എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നറിയുന്നു. എന്ത് തീരുമാനം വന്നാലും നിലവിലെ സാഹചര്യത്തിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം കുറേ ദിവസങ്ങളായി ഘടകകക്ഷികളും കേരള രാഷ്ട്രീയം മുഴുവൻ ഒട്ടാകെയും മാധ്യമങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉത്തരം ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അജിത് കുമാറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ നീക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെ നിർണായകമാകുന്ന അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ആ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്കും തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്കും കൈമാറും എന്നുള്ളതാണ് വിവരം. ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, PV അൻവർ MLA ഉന്നയിച്ച 15ഓളം പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികളിൽ ഭൂരിഭാഗം പരാതികളും നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാകും പ്രധാനമായിട്ടും സമർപ്പിക്കുക. അതിൽ ചില കാര്യങ്ങൾ വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും നൽകിയിട്ടുണ്ട്. മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിനും ഈ അനധികൃത സ്വത്ത് സമ്പാദനവും മരമുറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസിനും കൈമാറിയിട്ടുള്ളതുകൊണ്ട് അതല്ലാത്ത മറ്റ് ആരോപണങ്ങൾ, അജിത് കുമാർ കൈക്കൂലി വാങ്ങിയതും റിദാൻ വധക്കേസും അടക്കമുള്ള സ്വർണ്ണക്കടത്തടക്കമുള്ള ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിലും പരാതികളിലും ഒക്കെ തന്നെയാവും അന്വേഷണ റിപ്പോർട്ട് പ്രധാനമായിട്ടും സമർപ്പിക്കുക. മറ്റൊന്ന്, ഏറ്റവും കാര്യമായി ഉറ്റുനോക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എന്തായിരിക്കും DGP നടത്തിയ കണ്ടെത്തൽ, അല്ലെങ്കിൽ DGPയുടെ ശുപാർശ അതിൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. കാരണം അതിന്റെ പ്രാഥമിക പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ RSS നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു കരുതിയിരുന്നെങ്കിലും RSS നേതാക്കളുടെ മൊഴി നിർബന്ധമല്ല. അതിനെക്കുറിച്ച് ഇന്റലിജൻസ് കണ്ടെത്തിയ വിവരങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയ വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതിന്റെ റിപ്പോർട്ട് നൽകുക. ഈ റിപ്പോർട്ടിൽ കൃത്യമായി DGP തന്റെ ശുപാർശകൾ എഴുതി ചേർക്കും, തന്റെ കണ്ടെത്തലുകൾ എഴുതി ചേർക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി തുടർന്ന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അറിയുന്നത്. ഈ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ശുപാർശയിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ സ്വാഭാവികമായിട്ടും DGP എടുത്തിട്ടുള്ള നിലപാട്, ഇതേവരെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGP എടുത്തിട്ടുള്ള നിലപാട് ഈ റിപ്പോർട്ടിലും ആവർത്തിക്കുമെന്നാണ് കരുതുന്നത്. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കണം എന്ന് 3 വട്ടം ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് DGP. അപ്പോൾ അത് തന്നെ വീണ്ടും ശുപാർശയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സർക്കാർ നിർബന്ധിതമാകും. പ്രത്യേകിച്ച് ഈ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമോ അച്ചടക്ക ലംഘനമോ കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ DGP ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും. എന്തായാലും ഇതിനകത്ത് ഇനിയിപ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ടുന്ന ഒരു കാര്യം, എന്തൊക്കെയായിരിക്കും DGP നടത്തിയ കണ്ടെത്തലുകൾ, DGPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശുപാർശകൾ എന്നുള്ളത് തന്നെയാണ്. അതിൽ മുഖ്യമന്ത്രി എന്താണ് DGP അതിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്, DGPയുടെ കണ്ടെത്തലുകൾ എന്നുള്ളത് വലിയ നിർണായകമാകുമെന്ന് അറിയുന്നു. ഹരി, ഒപ്പം തന്നെ മറ്റൊരു നിർണായക തീരുമാനം പ്രതീക്ഷിക്കുന്നത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നേരത്തെ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ DGP ഒരു വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് നൽകിയത്. സ്വാഭാവികമായും ആ റിപ്പോർട്ടിന്മേലുള്ള ഒരു നടപടി കൂടി ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ജിൽസി. കാരണം ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ശുപാർശകൾ കൂടി മുഖ്യമന്ത്രിയുടെ കൈവശമുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഒരു പുനരന്വേഷണം വേണം ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായിരുന്നു ശുപാർശകളിൽ ഇവർ മുന്നോട്ട് വെച്ചത്. ഒന്ന്, തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് മേധാവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സംഘത്തിന്റെയോ നേതൃത്വത്തിൽ നടത്തണം. മറ്റൊന്ന്, MR അജിത് കുമാറിനെതിരെ പൂരം കലങ്ങലുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ DGP തലത്തിൽ അന്വേഷിക്കണം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ശുപാർശകളായ ആഭ്യന്തര സെക്രട്ടറിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ശുപാർശകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. മാത്രമല്ല ഘടകകക്ഷികളും പ്രത്യേകിച്ച് CPI ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടരന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ടോടുകൂടി കൊടുത്തതായാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ ഇന്നത് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനമായേക്കും എന്നുള്ളത് കരുതുന്നു. മന്ത്രിസഭാ യോഗത്തിന് മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെയായി ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമോ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃശൂർ പൂരവും കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. അതിലൊരു അന്വേഷണം അജിത് കുമാറിന് നേരിടേണ്ടി വരും. മറ്റൊന്ന് തൃശൂർ പൂരം കലക്കിയതിൽ ഒരു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവും ഉണ്ടാകും. ഇതിൽ അവസാന സമയം, അതായത് പൂരത്തിന്റെ അവസാന സമയം നിയന്ത്രണങ്ങളിൽ ADGP മാറ്റം കൊണ്ടുവന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയിരുന്നു. സ്ഥലത്തുണ്ടായിട്ടും ഈ സംഘാടകരെ അടക്കം അനുനയിപ്പിക്കുന്നതിൽ ADGPക്ക് വലിയ രീതിയിൽ വീഴ്ച വന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി DGP നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള ശുപാർശയാണ് തുടരന്വേഷണം വേണം എന്നുള്ളത്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര സെക്രട്ടറിയും ഒരേ നിലയിൽ ശുപാർശകൾ നൽകിയ സ്ഥിതിക്ക് അത് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക ഒട്ടും എളുപ്പമല്ല. അതിനോടൊപ്പം CPIയുടെ സമ്മർദ്ദം കൂടി ചേരുമ്പോൾ ആ അന്വേഷണം ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണ സംഘത്തെയും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കും. DGP തല അന്വേഷണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ജിൽസി.